നമസ്കാരം. കടലും കപ്പലുമെല്ലാം എല്ലാവർക്കും എന്നും കൗതുകമുണർത്തുന്ന വിശേഷമാണ്. സമുദ്ര പര്യവേഷണത്തിന് അമേരിക്കൻ നാവികസേന വികസിപ്പിച്ചെടുത്ത ഒരു കപ്പലാണിത്. 355 അടി നീളമുള്ള ഈ കപ്പലിനെ 28 മിനിറ്റ് കൊണ്ട് ലംബമായി 90 ഡിഗ്രിയിൽ നിർത്താനാകും. കപ്പലിന്റെ നീളമുള്ള ബോഡിയിൽ 700 ടൺ വെള്ളം നിറച്ചാണ് ഇത് ചെയ്യുന്നത്. വളരെ തന്ത്രപ്രധാനമായ പര്യവേഷണങ്ങൾക്കാണ് ഈ കപ്പലിനെ അമേരിക്കൻ നാവികസേന ഉപയോഗിക്കുന്നത്. സമുദ്രത്തിൽ കപ്പലിനേക്കാൾ ഉയരമുള്ള തിരമാലകളെ അതിജീവിക്കാൻ കെൽപ്പുള്ള സംവിധാനങ്ങളുമായി ഇതാ ഒരു ബോട്ട്. ഉത്തര സമുദ്രം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൽ ഒരു കപ്പൽ മഞ്ഞിൽ ഉറച്ചുപോയ ദൃശ്യമാണ് ഈ കാണുന്നത്. കപ്പലിന് മുകളിലെല്ലാം മഞ്ഞാണ്. മഞ്ഞടിഞ്ഞ ആർട്ടിക്കിൽ എത്തിയ ഒരു ബോട്ടിനു പിറകിൽ ഇര തേടുന്ന ഒരു ഹിമകരടിയെയും കാണാം. മഞ്ഞുമലകൾ നിറഞ്ഞ ആർട്ടിക്കിൽ ഉത്തര സമുദ്രത്തിൽ 2 കപ്പലുകൾ കണ്ടുമുട്ടിയപ്പോൾ രാജ്യാന്തര സേനയുടെ ഒരു കപ്പലും മർച്ചന്റ് നേവിയുടെ ഒരു കപ്പലുമാണ് ആർട്ടിക് സമുദ്രത്തിൽ കണ്ടുമുട്ടിയത്. കപ്പലുകളും യാത്രക്കാരും വളരെ അത്യപൂർവമായി മാത്രം എത്താറുള്ള ഇവിടെ 2 കപ്പലുകൾ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചരിത്ര സംഭവം തന്നെയാണ്. കടലും കടലിലൂടെ മുന്നോട്ട് പായുന്ന കപ്പലുകളുമെല്ലാം എല്ലാവർക്കും കൗതുക കാഴ്ച തന്നെയാണ്. ഇതാ ഒരു കപ്പലിൽ നിന്ന് സൈനിക ഹെലികോപ്റ്റർ പറന്നുയരുകയാണ്. ഇനി മറ്റൊരു കൗതുക വീഡിയോയുമായി നാളെ കാണാം.